നമസ്കാരം. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ ഇറക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കാസർഗോഡ് രാഷ്ട്രീയ പാർട്ടികൾ. CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും രംഗത്തിറക്കുന്നത് പുതുമുഖങ്ങളെയാണ് എന്നുള്ള ഒരു പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മുന്നത്തെ MP കൂടിയായ രാമറായിയുടെ മകൻ സുബ്ബയ്യ റായിയെയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക്, സാധ്യതാ പട്ടികയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. തുളു അക്കാദമിയുടെ ചെയർമാനും കൂടിയായ സുബ്ബയ്യ റായിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു കണക്കുകൂട്ടലുകൾ കോൺഗ്രസിൻ്റെ അകത്തുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് വരുന്നത് ബാലകൃഷ്ണൻ പെരിയാണ്. അതായത് DCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ബാലകൃഷ്ണൻ പെരിയെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി. അതായത് റേഡിയോ അവതാരകനും മാധ്യമ പ്രവർത്തകനും കൂടിയായ ബാലകൃഷ്ണൻ പെരിയക്ക് വലിയ സ്വാധീനമുണ്ട് കാസർഗോഡ് ജില്ലയിൽ. നേരത്തെ ഉദുമ നിയമസഭാ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉദുമ നിയമസഭാ മണ്ഡലത്തിലേക്ക് ബാലകൃഷ്ണൻ പെരിയെ നിശ്ചയിച്ചിരുന്നു. പിന്നീട് K സുധാകരൻ വന്നതോടുകൂടി ബാലകൃഷ്ണൻ പെരിയെ ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് സുധാകരൻ അവിടെ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ആദ്യം അവിടെ തീരുമാനിച്ചിരുന്നത് ബാലകൃഷ്ണൻ പെരിയയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അന്ന് ലഭിച്ചിരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഏറെ ഉറ്റുനോക്കുന്നത് CPMന്റെ കഥയാണ്. അതായത് നേരത്തെ 8 പ്രാവശ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ച CPMന് ഇപ്രാവശ്യം ഒരു കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം. അങ്ങനെയുള്ള CPMന്റെ സ്ഥാനാർത്ഥി സാധ്യതകളിൽ ഒരു ചെറിയൊരു തർക്കവും കൂടി വരുന്നുണ്ട്. അതായത് കാസർഗോഡിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ കണ്ണൂരിലെ 2 നിയമസഭാ മണ്ഡലങ്ങളും ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഒരു പേരും കൂടി കാസർഗോഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് കണ്ണൂരിൽ നിന്ന് വരുന്ന പേരെന്ന് പറയുന്നത് TI മധുസൂദനനാണ്. പയ്യന്നൂരിലെ മുൻ ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ CPMന്റെ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായ TI മധുസൂദന്റെ പേരുകളാണ് കണ്ണൂരിൽ നിന്നുള്ള CPMകാർ ഉന്നയിക്കുന്നുള്ളത്. അതായത് 3 പ്രാവശ്യം കരുണാകരൻ വന്നപ്പോൾ 3 പ്രാവശ്യവും കരുണാകരൻ മുന്നിട്ട് നിൽക്കുന്നു. എന്നാൽ ഇപ്രാവശ്യം കരുണാകരന് പകരം കണ്ണൂരിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള നീക്കമാണ് കണ്ണൂരിലെ CPM നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ തർക്കം അവർക്കിടയിൽ തന്നെയുണ്ട്. എന്നാൽ കാസർഗോഡ് നിന്നും KP സതീഷ് ചന്ദ്രന്റെ പേരുകൾ കടന്നു വരുന്നുണ്ട്. KP സതീഷ് ചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കാൻ പറ്റും എന്ന ഒരു രീതിയിൽ കാസർഗോഡ് നിന്നുള്ള CPM നേതൃത്വങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടിലും ഒരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ പേരും CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒപ്പം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ അടുത്ത കാലത്തൊക്കെയായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെയായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങൾ നിർത്തിയിരുന്നത്. അത് അവസാന ഘട്ടങ്ങളിൽ, അതായത് സിദ്ദീഖിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി അത് വലിയ രീതിയിലുള്ള ഒരു ഗുണം കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു ഭൂരിപക്ഷത്തിലാണ് തോൽവി ഏറ്റുവാങ്ങിയത്. 6100 സംതിങ്ങോളം വരുന്ന ഒരു ഭൂരിപക്ഷത്തിന്റെ പരാജയമായിരുന്നു T സിദ്ദീഖ് അന്ന് കാസർഗോഡ് നേരിട്ടത്. എന്നാൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പേരുകളൊക്കെ സുബ്ബയ്യ റായിയും അതുപോലെ തന്നെ ബാലകൃഷ്ണൻ പെരിയയൊക്കെ കടന്നു വരുന്നതോടുകൂടി നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യവും ചില കോൺഗ്രസിന്റെ വിഭാഗങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. അതിനപ്പുറം എന്ന് പറയുന്നത് BJPയുടെ ലോക്സഭയിലെ സ്ഥാനാർത്ഥിയായിട്ട് ഉന്നയിച്ചിട്ടുള്ള പേരെന്ന് പറയുന്നത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീകാന്തിനെ കൂടിയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.